الله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ഇനി നമുക്ക് സൂറത്തുൽ അറാഫിലെ 65, 66, 67 ആയത്തുകൾ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون. قال الملأ الذين كفروا من قومه إنا لنراك في سفاهة وإنا لنظنك من الكاذبين. قال يا قوم ليس بي سفاهة ولكني رسول من رب العالمين. وإلى عاد ആദ് വിഭാഗത്തിലേക്ക് നാം നിയോഗിച്ചു. അഖാഹും ഹൂദൻ അവരുടെ സഹോദരൻ ഹൂദിനെ. ഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിനെ ആരാധിക്കുക. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല. അഫലാ തത്തഖൂൻ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ? ഖാലൽ മലഉല്ലദീന കഫറു അദ്ദേഹത്തിൻ്റെ മിൻ ഖൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്നുള്ള കാഫിറുകളായ പ്രമാണിമാർ പറഞ്ഞു, ഇന്നാ ലനറാക തീർച്ചയായും ഞങ്ങൾ നിന്നെ കാണുന്നു, ഫി സഫാഹത്തിൻ വിഡ്ഢിത്തം പറയുന്നതായിട്ട്, മൂഢത പറയുന്നതായിട്ട്. വ ഇന്ന തീർച്ചയായും ഞങ്ങൾ ലനളുന്നുക നിന്നെ സംബന്ധിച്ച് കരുതുന്നു, മിനൽ കാദിബീൻ കളവ് പറയുന്നവനാണ് നീ എന്നാണ് കരുതുന്നത്, കളവ് പറയുന്നവനിൽ പെട്ടവനാണ്. ഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗം എൻ്റെ ജനങ്ങളെ, ലൈസ ബി സഫാഹത്തുൻ എനിക്ക് മൂഢതയൊന്നുമില്ല, വലാകിന്നി എന്നാൽ ഞാൻ റസൂലും മിർ റബ്ബിൽ ആലമീൻ ലോക രക്ഷിതാവിൽ നിന്നുള്ള ദൂതനാണ്. അർത്ഥം ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. നൂഹ് നബി അലൈഹി സ്വലാമയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള അതേ പദങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി 59-ാമത്തെ ആയത്ത് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ലഖദ് അർസൽനാ ഇലാ ആദിൻ അഖാഹും ഹൂദൻ ആദ് വിഭാഗത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെ നമ്മൾ നിയോഗിച്ചു. ഒരേട്ടൂടെ അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുക, ഒരുപാട് വിശദീകരണമൊന്നും ആവശ്യമില്ല. ആദ് എന്ന് പറയുന്നത് നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകൻ സാമിൻ്റെ പേരക്കുട്ടി. നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകൻ സാം എന്ന് പറയുന്ന ആളുടെ പേരക്കുട്ടിയാണ് ഇറം അതാണ് അതല്ല ഇറം. ആ ഇറം ഗോത്രത്തിൽ ഇറം എന്ന് പറയുന്ന ആളിൽ നിന്നുണ്ടായവരാണ് ആദ് വിഭാഗം. അവർ താമസിച്ചിരുന്നത് ഇന്ന് സൗദി അറേബ്യയും യമനും ഒമാനും ചേരുന്ന പ്രദേശം. അൽ അഹ്ഖാഫ് എന്നാണ് അതിന് പറയുക. അൽ അഹ്ഖാഫ് മണൽക്കുന്നുകൾ എന്നാണ് വാക്കർത്ഥം. അഹ്ഖാഫ് എന്നൊരു സൂറ തന്നെ ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ചുള്ള പരാമർശം അതിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ പ്രദേശത്താണ് അള്ളാഹു 7 രാത്രിയും 8 പകലും നിരന്തരമായി കൊടുങ്കാറ്റയച്ച് നശിപ്പിച്ചത്. ആ പ്രദേശം ഒക്കെ ഇന്നും അങ്ങനെ തന്നെ ജനവാസമില്ലാത്ത വിധത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഇന്ന് അഹ്ഖാഫ് എന്ന് പറയുന്ന പ്രദേശം ഈ 3 രാജ്യങ്ങളിലാണ്. അതുകൊണ്ടായിരിക്കണം അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബി ഹൂദ് നബി അലൈഹി സ്വലാമയുടെ ഖബറാണെന്ന് പറഞ്ഞുകൊണ്ട് സലാലയിൽ ഒരു ഖബറുണ്ട്. ഹൂദ് നബി അലൈഹി സ്വലാമയുടെ ഖബർ മക്കത്താണെന്നും ഒരു അഭിപ്രായമുണ്ട്. അല്ല, ബഗ്ദാദിൽ, ഇറാഖിലെ ബഗ്ദാദിലാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ ഹൂദ് നബി അലൈഹി സ്വലാമയുടെ ഖബറാണ് ഇത് എന്ന് പറഞ്ഞ് സലാലയിലുള്ള ഖബറിൽ ബോർഡൊക്കെ വെച്ച് അവർ അറബിയിൽ അതിനെ സംബന്ധിച്ചുള്ള ചെറിയ പരാമർശങ്ങൾ ആളുകൾ ധാരാളമായി വന്ന് പോകുന്ന ചെറിയൊരു കെട്ടിടത്തിനകത്തിരിക്കും. ഞാൻ മകൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ അത് പോയി കണ്ടു. ഹൂദ് നബി അലൈഹി സ്വലാമയുടെ ഖബർ ഇവിടെ ഒരു ഒഴിഞ്ഞ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരുപാട് സഞ്ചരിച്ചിട്ട് അവിടെയാണ് ഈ ഖബറുള്ളത്. അപ്പോൾ അഹ്ഖാഫ് എന്നുള്ള പ്രദേശം എവിടെയാണ് ഇന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയും ഒമാനും പിന്നെ യമനും കൂടി അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് അതുള്ളത്. വളരെ ദീർഘമായൊരു പ്രദേശം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായതാണ്. ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ വളരെ വലിയ കരുത്തരായിരുന്നു എന്നാണ്. അവർ വളരെ ശാരീരികമായ മികവ് ഒരുപാട് നൽകപ്പെട്ടിരുന്ന ആൾക്കാരാണ്. അവരുടെ വലുപ്പത്തെ സംബന്ധിച്ച് പറയുന്നത് പലതും അതിശയോക്തിയാണോ നമുക്കൊരു 12 മുഴം. ഒരു മുഴം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇത്ര നീളത്തിനല്ല ഒരു മുഴം എന്ന് പറയാം, അതൊരടിയിൽ ഏറെ വരും. 12 മുഴം എന്ന് പറഞ്ഞാൽ ഒരു 15 അടിയോളം, അതിനനുസരിച്ചുള്ള തടിയും. അപ്പോൾ അവരുടെ എല്ലാ സംഗതിയും ഇങ്ങനത്തെ ആ ശാരീരിക കരുത്ത് അവർക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ സമ്പാദിച്ചു കൊടുത്തു. കൃഷിയിലും അതുപോലെയുള്ള കാര്യങ്ങളിലും അവർ വളരെ മികവ് പുലർത്തിയവരായിരുന്നു. പക്ഷേ അതോടൊപ്പം സാമ്പത്തിക കുറ്റകൃത്യങ്ങളും. തടിക്ക് അല്പം ഇടുക്കുണ്ടാകുമ്പോഴാണല്ലോ ഗുണ്ടായിസം കുറച്ചുകൂടി വരിക. തടിക്ക് കുറച്ച് കരുത്തൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ഗുണ്ടായിസമൊക്കെ ആയിക്കളയാൻ തോന്നും. അങ്ങനെ ഒരു തരത്തിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ആളുകളെ അടിച്ചമർത്തലും മർദ്ദിക്കലുമൊക്കെ അവരുടെ ഒരു സ്വഭാവമായിരുന്നു. അതുകൂടി നമ്മൾ ആര് വിഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാണ് ഹൂദ്. അതാണ് അഅജാസ് നഖ്ലിൻ ഖാവിയ. നമ്മൾ കേട്ടിട്ടുണ്ട് സൂറത്തു ഫജ്റിൽ വരുന്നുണ്ടല്ലോ അല്ലേ, ഫജ്റിൽ അല്ല ഹാക്കയിൽ സൂറത്തുൽ ഹാക്കയിൽ വരുന്നുണ്ടല്ലോ, അവരെ കാറ്റ് നിയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല നശിപ്പിച്ചത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഒരുപാട് വിശദീകരണം വേണ്ട, ഞാൻ അവസാനിപ്പിക്കുകയാണെന്നൂടെ അർത്ഥം പറഞ്ഞാൽ തന്നെ ഏകദേശം നമുക്കൊരു ധാരണ കിട്ടും. അവരുടെ കുറ്റകൃത്യം ഒന്ന് ഷിർക്ക്, നൂഹ് നബി അലൈഹി സ്വലാമയുടെ ജനതയിൽ പ്രചരിച്ച ഷിർക്ക്, അത് തന്നെയാണ് അവരുടെ പ്രധാന കുറ്റകൃത്യം. രണ്ടാമത് വന്നത് ഈ ശരീരത്തിന് കുറച്ച് കരുത്തും മികവൊക്കെ ഉണ്ടായപ്പോൾ അവർ വല്ലാതെ അന്യായം. ഇന്നും ഉണ്ടല്ലോ ഒരു ഗുണ്ടാ ആൾക്കാർ, അങ്ങനത്തെ ഒരു സ്വഭാവം, അത് സാലിഹ് നബി അലൈഹി സ്വലാമയുടെ ജനതയിലുണ്ടായിരുന്നു ആ സ്വഭാവം. അപ്പോൾ ഇല ആദിൻ അഖാഹും ഹൂദൻ, ആദ് വിഭാഗത്തിലേക്ക് അവരുടെ സഹോദരൻ തന്നെയായ ഹൂദിനെ, അഖാഹും അവരുടെ സഹോദരൻ ഹൂദിനെ നിയോഗിച്ചു. അഥവാ അവർക്ക് പരിചയമുള്ള ആളായിരിക്കണം എന്നുള്ള അർത്ഥത്തിനാണ് അഖാഹും എന്ന് ഉപയോഗിച്ചത്. അദ്ദേഹം ആദ് വിഭാഗത്തിൽ പെട്ടവനായിരുന്നില്ല, അതുകൊണ്ടാണ് അഖാഹും എന്ന് ഉപയോഗിച്ചത്. നേരെ മറിച്ച് നൂഹ് നബി അലൈഹി സ്വലാമയെ പറ്റി പറഞ്ഞപ്പോൾ മിൻ ഖൗം അവരിൽ നിന്ന് തന്നെ, എല്ലാ നബിമാരെ പറ്റി പറയുമ്പോൾ ഇവിടെ അങ്ങനെ കലക്കദസില ഖൗമി ഫഖാലിയ, എല്ലാ നബിമാരെ പറ്റി പറയുമ്പോൾ അവരിൽ നിന്ന് തന്നെയുള്ള എന്ന് പറയാറുണ്ട്. ഇത് അഖാഹും ഹൂദൻ അവരിൽപ്പെട്ടവനായിരുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. എന്തായിരുന്നാലും അവർക്ക് പരിചയമുള്ള ആൾ തന്നെയാണ് ഹൂദ് നബി അലൈഹി സ്വലാം. അദ്ദേഹത്തെ നിയോഗിച്ചു. ഖാല, അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, യാ ഖൗമി ഉഅ്ബുദുല്ലാഹ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ദൈവവുമില്ല, ഒരു ആരാധ്യനില്ല, ഒരു ഇലാഹുമില്ല. ഇത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും ദഅവത്തിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയായിരുന്നു. അഫലാ തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണില്ലേ, അള്ളാഹുവിനെ സൂക്ഷിക്കണില്ലേ എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു. ഇതിൽ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞതായിട്ടും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഖാലൽ മലഉ, മലഉ എന്നാലും നമ്മൾ അർത്ഥം പറഞ്ഞതാണ് പ്രമാണിമാർ. അല്ലദീന കഫറു മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് കാഫറുകളായിട്ടുള്ള നിഷേധികൾ പ്രമാണിമാർ പറഞ്ഞു, ഇന്ന തീർച്ചയായും ഞങ്ങൾ നറാറിനെ ഞങ്ങൾ കാണുന്നു, റഅ കണ്ടു, ഇറ കാണുന്നു, നറ ഞങ്ങൾ കാണുന്നു, തീർച്ചയായും, നിന്നെ, തീർച്ചയായും ഞങ്ങൾ നിന്നെ കാണുന്നത് അല്ലെങ്കിൽ നിന്നെ മനസ്സിലാക്കുന്നത് ഫീ സഫാഹത്തിൻ, മൂഢത, ഒരുതരം മൗഢ്യം, ഒരുതരം മൂഢതയാണ് നീ പറയുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്ന ലനളുന്നുക, അതേമാതിരി നിന്നെ സംബന്ധിച്ച് ഞങ്ങൾ ധരിക്കുന്നത് മിനൽ കാദിബീൻ, കളവ് പറയുന്നവരിൽപ്പെട്ടവർ. നീ എന്തോ ജൽപ്പിച്ച് പറയുകയാണ് അള്ളാഹുവിൻ്റെ പേരിൽ, നീ നബിയായവനൊന്നുമല്ല, നീ എന്തൊക്കെയോ നുണ പുലമ്പുകയാണ്, വിഡ്ഢിത്തം പുലമ്പുകയാണ്, മൂഢത പുലമ്പുകയാണ് എന്നാണ് ഞങ്ങൾ നിന്നെ സംബന്ധിച്ച് ധരിക്കുന്നത് എന്നും അവർ അദ്ദേഹത്തോട് പറഞ്ഞു. സഫാഹത്ത്, സഫീഹ് എന്നാണല്ലോ നമ്മൾ സാധാരണ വിഡ്ഢിക്ക് പറയുക. വിഡ്ഢി, കാര്യബോധമില്ലാത്ത, കാര്യശേഷിയില്ലാത്ത ആളുകൾക്ക് സഫീഹ് എന്ന് പറയും. അതിൻ്റെ വാക്ക്, അതിനുണ്ടായ വാക്ക് തന്നെയാണ് സഫാഹ, വിഡ്ഢിത്തം അല്ലെങ്കിൽ മൂഢത, മൗഢ്യം എന്നൊക്കെ പറയും. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗം, ജനങ്ങളെ, എൻ്റെ ജനങ്ങളെ, ലൈസ ബി സഫാഹത്തുൻ, എനിക്ക് മൂഢതയൊന്നുമില്ല, വലാകിന്നി,
എന്നാൽ ഞാൻ റസൂലും മിർ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ദൂതനാകുന്നു. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കുന്ന 2 വാചകം കൂടി അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കാനും പരമാവധി അത് ജീവിതത്തിൽ പകർത്തുവാനും നമ്മളെ അവൻ തുണക്കട്ടെ. റമളാനും ഖുർആനും വിശ്വാസികൾക്ക് അനുകൂലമായ സാക്ഷിമൊഴി അള്ളാഹുവിനോട് രേഖപ്പെടുത്തുമ്പോൾ അതിലുൾപ്പെടാൻ നമ്മളെല്ലാവരെയും അല്ലാഹു തആല തുണക്കി റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് വിളിക്കപ്പെടുന്നവരിൽ ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.